നമസ്കാരം, ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. ഇനി കേവലം 700 രൂപയുണ്ടെങ്കിൽ 100 കിലോമീറ്ററിലധികം യാത്ര ചെയ്യാൻ സാധിക്കും. അതിലെന്താണ് ഇത്ര അത്ഭുതമെന്ന് ചോദിച്ചാൽ, യാത്ര ചെയ്യാൻ സാധിക്കുന്നത് ട്രെയിനിലോ കാറിലോ ഒന്നും തന്നെയല്ല, ആകാശമേഖലയിലൂടെയാണ്. ഒരു വിമാനയാത്രയാണ്. ലോകത്തിലേക്കും തന്നെ ആദ്യത്തെ ഇലക്ട്രിക് വിമാനം വളരെ വിജയകരമായി പറത്തിയിരിക്കുന്നു. ബീറ്റ് ടെക്നോളജീസിൻ്റെ അലിയ CX-300 എന്ന വിമാനമാണ് യാത്രക്കാരെ വഹിച്ചുകൊണ്ട് വിജയകരമായി ചരിത്ര മുഹൂർത്തത്തിലിടം നേടിയിരിക്കുന്നത്. വ്യോമയാന ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ സംരംഭമാണ് ഇത്. 30 മിനിറ്റിൽ 130 കിലോമീറ്റർ ദൂരത്ത് ഈ വിമാനം പറന്നു. ഈ മാസം ആദ്യം ഈസ്റ്റ് ഹാംപ്ടണിൽ നിന്നും അമേരിക്കയിലെ ജോൺ എഫ് കെന്നഡി വിമാനത്താവളത്തിലേക്ക് 4 യാത്രക്കാരുമായി പറന്ന ഈ വിമാനം കേവലം 30 മിനിറ്റിലാണ് 70 നോട്ടിക്കൽ മൈൽ, അതായത് 130 കിലോമീറ്ററോളം താണ്ടിയതായി മാധ്യമ റിപ്പോർട്ടുകൾ. ഇതേ ദൂരം യാത്ര ചെയ്യാൻ ഒരു ഹെലികോപ്റ്ററിന് 13,885 രൂപയാണ് ചിലവായി കണക്കാക്കുന്നത്. പക്ഷേ ഇത് ഇലക്ട്രിക് വിമാനമായതുകൊണ്ട് കേവലം 694 രൂപ മാത്രമാണ് ചിലവായത്. ഈ വിമാനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയും ഇത് തന്നെയാണ്. കോസ്റ്റ് എഫക്റ്റീവായി നമുക്ക് യാത്ര ചെയ്യാനായി സാധിക്കും. 4 യാത്രക്കാരായിരുന്നു ആദ്യം വിമാനത്തിൽ ഉണ്ടായിരുന്നത്. എഞ്ചിനുകളും പ്രൊപ്പല്ലറുകളും ഇല്ലാത്തതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് വളരെ സുഖകരമായ ഒരു യാത്രാനുഭൂതി തന്നെ ഇതിനുള്ളിൽ ഉണ്ടാകും. യാത്രക്കാർക്ക് വളരെ സമാധാനമായി ഇതിനുള്ളിൽ സംസാരിക്കാനും ഇരിക്കാനും ഒക്കെ തന്നെ സാധിക്കും. പൈലറ്റിൻ്റെ ശമ്പളം ഉൾപ്പെടെ കണക്കാക്കിയാൽ പോലും ഈ ഇലക്ട്രിക് വിമാനം വളരെയധികം ലാഭമാണെന്നാണ് ബീറ്റ ടെക്നോളജീസിൻ്റെ സ്ഥാപകനും CEO കൈൽ ക്ലാർക്ക് പറയുന്നത്. വെർമോണ്ടിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബീറ്റ ടെക്നോളജീസ് 2017 സ്ഥാപിതമായത്. ഇലക്ട്രിക് വിമാനങ്ങളുടെ ഉൽപ്പാദനം, സർട്ടിഫിക്കേഷൻ, വാണിജ്യവൽക്കരണം എന്നിവ വേഗത്തിലാക്കാൻ ഈ അടുത്തായി $318 മില്യൺ ധനസഹായം കമ്പനി സ്വരൂപിച്ചിരുന്നു. ഈ വർഷം അവസാനത്തോടെ വിമാനത്തിന് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കേഷനും കിട്ടുമെന്നുള്ളതാണ് മറ്റൊരു വാർത്ത. ഒറ്റ ചാർജിൽ 250 നോട്ടിക്കൽ മൈൽ വരെ പറക്കാൻ ബീറ്റ വിമാനങ്ങൾക്ക് കഴിവുള്ളതുകൊണ്ട് നഗരങ്ങൾക്കും പ്രാന്തപ്രദേശങ്ങൾക്കുമിടയിലുള്ള ചെറിയ ഹ്രസ്വദൂര യാത്രയൊക്കെ തന്നെ വളരെ എളുപ്പത്തിൽ നടത്താൻ ഇത് അനുയോജ്യമാണെന്ന് തന്നെയാണ് കമ്പനി പറയുന്നത്. പറക്കൻ ടാക്സിയായി തന്നെ ഈ വിമാനത്തെ നിലവിൽ അറിയപ്പെടുകയാണ്.